ഹലോ ഹലോ ഇതിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വെർഡിക്റ്റ് ആണല്ലേ? അതെ, ഇത് ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ചാലക്കുടിയിലെ റൈറ്റ് ബാങ്ക് കനാലിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. ഇത് 39 കേസുകളാണ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ഓവർസിയർ തുടങ്ങിയിട്ടുള്ള പബ്ലിക് സർവൻസ് ആയിട്ടുള്ള ആളുകളും കൂടാതെ കോൺട്രാക്ടർമാരും കൂടി ചേർന്നിട്ടുള്ള അഴിമതി എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കേസ്. ഇതിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ അധികാര പരിധി 15 ലക്ഷം രൂപയാണ്. അതിൽ വർക്കുകൾ നിർത്തുന്നതിന് വേണ്ടി 8 കിലോമീറ്റർ ദൂരമുള്ള ഒരു കനാലിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി 200-300 മീറ്റർ ആയി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഓരോരോ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വന്നിട്ടുള്ളത്. ഈ കേസ് വന്നതിന് ശേഷം വിജിലൻസിൻ്റെ പരിശോധനയിൽ വേണ്ടത്ര സാധന സാമഗ്രികൾ ചേർക്കാതെ ഉള്ള പണിയിലൂടെ ഗവൺമെൻറ്റിന് ഏകദേശം 1,05,72,919 രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് വിജിലൻസ് എടുത്തിട്ടുണ്ടായിരുന്ന കേസ്. ഇതിൽ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വിധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിധിയായി ഇന്ന് ഇവിടെ വന്നിട്ടുള്ള വിധി മാറിയിട്ടുണ്ട്. ഇതിലെ ഭൂരിഭാഗം പ്രതികളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോടതി. ഒബ്സർവേഷൻ എന്തെങ്കിലും ഉണ്ടോ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ച്. എത്ര പ്രതികളെ ശിക്ഷിച്ചു, എത്ര പേരും മരിച്ചു? ഇതിൽ ശിക്ഷിച്ചിട്ടുള്ളത് ആകെ 51 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പ്രതിയെ മുഴുവൻ കേസുകളിലും വെറുതെ വിട്ടിട്ടുണ്ട്. ഒരു പ്രതിക്ക് 3 കേസുകളിൽ വെറുതെ വിട്ടു, 2 കേസുകൾ ശിക്ഷിച്ചിട്ടുണ്ട്. 6 പേർ ഈ വിചാരണ വേളയിലും അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുമായിട്ട് മരിച്ചിട്ടുണ്ട്. ശിക്ഷ എന്താണ്? ശിക്ഷ എന്ന് പറയുന്നത് ഓരോ കേസിലും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ 13(1)D അനുസരിച്ച് 3 വർഷം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപയും. അതുകൂടാതെ ഗൂഢാലോചനയ്ക്ക് IPC ഒഫൻസ് 120B പ്രകാരം 3 വർഷവും 2 ലക്ഷം രൂപയും, IPC 477A പ്രകാരം 3 വർഷവും 2 ലക്ഷം രൂപയും. ഇങ്ങനെയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതിലെ ജയിൽ ശിക്ഷ ഒന്നിച്ച് 3 വർഷമായിട്ട് എല്ലാ കേസിലും കൂടെ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. അങ്ങനെ നോക്കുമ്പോൾ ഓരോ കേസിലും ഓരോ പ്രതിയും 6 ലക്ഷം രൂപ വീതം അടക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ വിധിയുടെ പ്രാഥമികമായിട്ട് പറയാൻ കഴിയും. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ജഡ്ജ്മെൻറ്റ്.